നീലാംബരി രചന നീലാംബരി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ശ്രീയും ശിവനാഥ് മേനോനും ഫ്ലാറ്റിൽ വന്നപ്പോഴാണ് ജാൻ റൂമിന് പുറത്തേക്ക് വന്ന്. അപ്പോഴും ഒളിഞ്ഞു മറിഞ്ഞ് അവന്റെ കണ്ണിൽപ്പെടാതെ നീല പരക്കം വാങ്ങി. ഒന്ന് കാണാൻ അടുത്ത് നിൽക്കാൻ അവന്റെ മനസ്സ് വല്ലാതെ വെമ്പിൽ കൊണ്ടു. ഫ്ളാറ്റിലെ ആ ചെറിയ ഡൈനിങ് ടേബിളിൽ എല്ലാവരും ഒത്തുകൂടി ഭക്ഷണം കഴിക്കുമ്പോൾ പോലും അവളുടെ മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ കഴിഞ്ഞില്ല അവന്. തന്റെ കഴുത്തിൽ അവൾ സൃഷ്ടിച്ച വളരെ നേർത്ത ചുവന്ന പാടിൽ വിരൽ കൊണ്ടൊഴിഞ്ഞ് അവളുടെ കണ്ണുകളിലേക്ക് വശ്യമായി അവന്റെ നോട്ടം ആഴ്ന്നിറങ്ങുമ്പോൾ കഴിച്ചുകൊണ്ടിരുന്ന പ്ലേറ്റ് കയ്യിലെടുത്ത് അവൾ കിച്ചണിലേക്ക് ഓടി. മറയില്ലാത്ത ഓപ്പൺ കിച്ചണിൽ നിന്ന് അവൾ ഗസ്റ്റ് റൂമിലേക്ക് നടന്നു. നിലമോളിതെന്താ പെട്ടെന്ന് കഴിച്ചോ? ശിവനാഥ് മേനോനാണ് ചോദിച്ചത്. നിലയുടെ പോക്കണ്ട് എല്ലാവരും അന്തം വിട്ടുപോയി. അപ്പോഴും ജാന്റെ ചുണ്ടിലൊരു കള്ളച്ചിരി അവശേഷിച്ചു. അവൾക്ക് മറ്റേ ജ്യൂസ് കുടിച്ചതിന്റെ കറക്കുവാ. കിരൺ പറയുമ്പോൾ എല്ലാവരും ഒരുപോലെ ചിരിച്ചു. പക്ഷെ ആവണി കണ്ണു കുറിപ്പിച്ചിരുന്നു. ചൈതന്യ അപ്പോഴും ഗസ്റ്റ് റൂമിൽ കിടന്ന് ഉറക്കത്തിലാണ്. ശ്രീ വന്നപ്പോൾ അവൾ നല്ലപോലെ ചെക്ക് ചെയ്തു. കാര്യങ്ങൾ അവരുടെ മാനേജർ വിളിച്ചറിയിച്ചു. മുഖത്തെ പാടൊരാഴ്ചയുണ്ടാവും. അത് കഴിഞ്ഞാലാണ് ഓക്കെ ആവുമെന്ന് ശ്രീ പറഞ്ഞപ്പോഴാണ് കിരണിന് സമാധാനമായത്. പക്ഷെ പുള്ളിക്കാരിക്ക് ബോധം വീഴുമ്പോൾ ഒരു ഭൂകമ്പം ഉറപ്പാണ്. ആവണി തലകറക്ക് അഭിനയിച്ചതാണല്ലോ. 1-2 മണിക്കൂർ മാക്സിമം ഒരേ ഇരിപ്പ് തുറന്നു. ആർക്കും വലിയൊരു മൈൻഡിലെന്ന് കണ്ടപ്പോൾ അവൾ ഓസ്കാർ വേണ്ടെന്ന് വെച്ചു. ബാൽക്കണിയിൽ വിരിച്ചിരിക്കുന്ന ഗ്രാസ് മാറ്റിലായി മറന്നു കിടന്നു ജാൻ. മഴ പെയ്ത് തോർന്ന് തണുത്ത അന്തരീക്ഷം, തെളിഞ്ഞ ആകാശത്തിൽ നിറയെ നക്ഷത്രങ്ങളും ചന്ദ്രന്റെ നേരിയ നിലാവിളിച്ചും. പക്ഷെ അവന്റെ മനസ്സിൽ അപ്പോഴും വെളിച്ചം പരത്തി നിന്ന് അവന്റെ നിലാവായിരുന്നു. തന്റെ മാല കവർന്നുകൊണ്ടുള്ള ഓടിമറയുമ്പോൾ ചൂട് പിടിച്ച തന്റെ ശരീരത്തെ തണുപ്പിക്കാൻ ഷവറിന്റെ ചോട്ടിൽ നിന്ന് ഏറെ നേരം നില നെഞ്ചുഴിഞ്ഞുകൊണ്ട് അവൻ മനസ്സിൽ ഉരുവിട്ടു. ബാൽക്കണി ഡോറിന്ന് അവിടെ കിരണും കാവ്യയും ശ്രീയും വരുമ്പോൾ കയ്യിൽ തലതാങ്ങി ഒന്ന് ചെരിഞ്ഞു കിടന്നു അവൻ. നിലയെ മാത്രം കണ്ടില്ല. നില എവിടെ കാവ്യ? ശ്രീയാണ് ചോദിച്ചത്. അവൾ ഗസ്റ്റ് റൂമിൽ ചൈതന്യ മാമിന്റെ അടുത്തിരിക്കുന്നുണ്ട്. കാവ്യ വിനയം വാരി വിതറുകയാണ്. ഓ മാം എന്നൊക്കെ മറുതേ റെഡി, നീ നേരത്തെ വിളിച്ച്. കിരൺ അവളെ കളിയായിക്കൊണ്ട് അകത്തേക്ക് പോയി. അല്പം കഴിഞ്ഞില്ല, നിലയെ വലിച്ചിഴക്കും പോലെ കിരൺ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ശ്രീയുടെ നൈറ്റ് ഡ്രസ്സാണ് കാവ്യയുടെയും നിലയുടെയും വേഷം. നിലക്കാ ഡ്രസ്സ് ലൂസാണ്. എന്നാൽ കാവ്യ അത്യാവശ്യം തടിയുള്ളതുകൊണ്ട് അവൾക്കത് ഫിറ്റാണ്. ശ്രീ നേരെ ജാന്റെ അടുത്തേക്ക് വന്ന് നിലത്തായി ചാരിയിരുന്നു. ജാൻ അവിടെ മടിലായി തലവെച്ച് കിടന്നു. ശ്രീ നിലത്തിരുന്നുകൊണ്ട് തന്നെ കാവ്യ അവർക്ക് അഭിമുഖമായി നിലത്തായി പോയിരുന്നു. കിരണിന്റെ കൈ വിടുവിച്ചുകൊണ്ട് നിലയും കാവ്യയുടെ അടുത്തേക്കിരുന്നു. മുന്നിലായി ശ്രീയുടെ മടിൽ കിടന്നുകൊണ്ട് നോക്കുന്നവന്റെ നോട്ടം അവിടെ നീട്ടിവെച്ച കാൽപാത്തിലാണെന്ന് കണ്ടതും നില വേഗം കാല് പുറകിലേക്ക് വലിച്ച് സൈഡിലേക്കാക്കിയിരുന്നു. പെട്ടെന്നാണ് ശിവനാഥ് മേനോൻ ഒരു ട്രേയുമായി അവിടേക്ക് വന്നു. എല്ലാവർക്കുമുള്ള ഒരു കട്ടൻ ചായ അതിലുണ്ടായിരുന്നു. അയാൾ തന്നെ എല്ലാവർക്കും ചായ കയ്യിലെടുത്തു കൊടുത്തു. ആവണി അവിടേക്ക് വന്ന് സിങ് ചെയറിലായിരുന്നു. നിലയും കാവ്യ എഴുന്നേറ്റുന്ന ബഹുമാനത്തോടെയാണ് ശിവനാഥിൽ നിന്നും ചായ വാങ്ങിയത്. സിറ്റ് ഡൗൺ കുട്ടികളെ. കിരൺ അതിനവരെ കളിയാക്കി. കണ്ടുപഠിക്കടാ, നിനക്കൊക്കെ എന്നെ ഒരു വിലയില്ലാത്തത്. എന്നെ ബഹുമാനിക്കാൻ ആൾക്കാരുണ്ടെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? ചെറിയൊരു അഹങ്കാരത്തോടെ ശിവനാഥ് മേനോൻ അതും പറഞ്ഞ് നിലത്തായി തന്നെ ഇരുന്നു. കിരൺ വേഗ അയാളുടെ മടിയിൽ തലവിച്ച് കിടന്നു. നില, എന്നെ നീയൊന്ന് ഉള്ളിയേ, കാവ്യ നിലയോടായി പതിയെ പറഞ്ഞു. നിനക്ക് എന്താടി? നീല അതുപോലെ മെല്ലെ ചോദിച്ചു. അല്ല, ഞാനിനി വല്ല സ്വപ്നോ മറ്റോണോ കാണുന്നെന്നറിയാനാ. പഴയ സിഇഒ കട്ടൻ ചായിട്ടിരുന്നു. നമ്മൾ കലിപ്പിരുന്ന് മുദ്രുത്തിയ പുതിയ സിഇഒ നിലത്തിടുന്ന അമ്മയോട് കൊഞ്ചുന്നു. എന്താരേ, വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് കേട്ട് ചായ ചുണ്ടോട് ചേർത്ത് കുടിക്കാൻ നിലയുടെ തരിപ്പിൽ ചായ കയറി. അവൾ ചെറുതായി ചുമച്ചു. കാവ്യയോടെ തറക്കിട്ട് 2 അടി കൊടുത്തു. ഓ, ഈ വീട് എന്തോ നടന്നല്ലോ. പറ മോളെ, കേൾക്കാൻ പാടില്ലാത്ത വല്ലതും കേട്ടോ നീ? നിലയോടാണ് ശിവനാഥ് മേനോൻ ചോദിച്ചത്. ഏയ് ഒന്നുമില്ല സാർ, ഇവിടെ വെറുതെ വരെന്ന് പറയുക. കാവ്യ നോക്കി ചുണ്ടൂർപ്പിച്ചുകൊണ്ട് അവളത് പറയുമ്പോൾ കാവ്യ അവളെ നോക്കി വായ പൊത്തി പതിയെ ചിരിച്ചു. കാവ്യയുടെ ചിരി കണ്ടപ്പോൾ അവളും അറിയാതെ ചിരിച്ചു പോയി. ഒരുവിധം ചിരിയൊക്കെ അടക്കിക്കഴിഞ്ഞ് മുന്നിലേക്ക് നോക്കിയപ്പോൾ തന്നെ നോക്കി കിടക്കുകയാണ് ജാൻ. ഒരു പൊടിക്ക് പോലും നോട്ടം മറ്റങ്ങോട്ടും മാറ്റുന്നില്ല. നിലക്കാകെ പരവേശമായി. അവളെല്ലാവരെയും മാറി മാറി നോക്കി. എല്ലാവരും ഓരോന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്. ജാൻ ഇങ്ങനെ നോക്കുന്ന ആരെങ്കിലും കണ്ടാലോ എന്നോർത്ത് അവൾക്ക് ആധി കയറി. സ്വന്തം കൈവിരലുകളിലേക്ക് നോക്കി അവൾ അങ്ങനെ കുനിഞ്ഞിരുന്നു. അല്പനേരം കഴിഞ്ഞ് കണ്ണുകൾ മാത്രം ഉയർത്തി അവൾ നോക്കുമ്പോഴും അവൻ തന്നെ നോക്കി കിടക്കുകയാണ്. എഴുന്നേറ്റ് പോയാലെന്ന് പോലും അവൾ ചിന്തിച്ചു പോയി. എന്നെ ഇനിയും ഇങ്ങനെ നോക്കല്ലേ എന്ന് അവളുടെ കണ്ണുകൾ കെഞ്ചും പോലെ അവന് തോന്നി. എപ്പോഴും ഒരിക്കൽ കൂടി നോക്കിയപ്പോൾ അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായി. പെട്ടെന്ന് അവനതുപോലെ ചിരിച്ചു. പക്ഷേ അവൾക്ക് ശ്രദ്ധിച്ചുകൊണ്ട് 2 കണ്ണുകൾ നിലയെ മാത്രം തുറിച്ചു നോക്കുന്ന അവൾ കണ്ടില്ല. ആവണിക്ക് ശരീരം ചുട്ടുപൊള്ളുന്ന പോലെ തോന്നി. നില, നിന്നെ ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷെ നീയാണ് എൻ്റെ യഥാർത്ഥ ശത്രു എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. വിഷമിക്കണ്ട, ജാനെ കുറിച്ച് ചെറിയൊരു നേരം പോക്ക് പറഞ്ഞതിനാ അകത്തുവരുത്തി ബോധമില്ലാതെ കിടക്കുന്നു. അതും ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു സിനിമാ താരം. അപ്പോഴാ എവിടെയോ ഒരു പട്ടിക്കാട്ടിൽ കിടക്കുന്ന നീ, മുടിയും നീട്ടി വളർത്തി കാച്ചി എണ്ണയും തലയിൽ വെച്ച് ശരീരവും മൂടി പൊതിച്ച് കിടക്കുന്ന നിനക്ക് അറിയപ്പെടുന്ന ഒരു ബിസിനസ് മാനെ നോക്കാൻ എന്ത് യോഗ്യതയാടി ഉള്ളത്?
അതും ഇന്റർനാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ഒരു ഫാഷൻ കമ്പനിയുടെ CEO. മാത്രോ ഒരു കോടീശ്വരനായ സുന്ദരൻ. അവനെ മോഹിക്കാൻ മാത്രം നീ വളർന്നിട്ടില്ല. നിനക്ക് പറ്റിയ നിന്റെ കാമുകൻ ആ മുകുന്ദൻ തന്നെയാ. സ്നേഹിക്കുന്ന പെണ്ണിനോട് പോലും അസഭ്യം വിളിച്ചു പറയുന്ന അവന്റെ അടിമയാകാനുള്ള യോഗ്യത മതി നിനക്ക്. നിന്റെ ബാഹ്യ സൗന്ദര്യത്തിന് മതി പറഞ്ഞ് ഞാൻ നിന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് അവന്റെ കഴിവ്. പക്ഷേ നീ അവനെ തിരിച്ചു നോക്കിയ ആ കണ്ണ് ഞാൻ ഇങ്ങ് എടുക്കും. നിന്റെ മുഖം ഞാൻ വികൃതമാക്കും. കാണോ നിനക്ക്? ആവണി മനസ്സിലായി അലമുറയിട്ടു. മുഷ്ടിയുരുട്ടി കൈകൾ ഞെരിച്ചു അവൾ. വിരലുകളിൽ പതിപ്പിച്ചിരുന്ന ആർട്ടിഫിഷ്യൽ നെയിൽസ് അവളുടെ ആ പ്രവൃത്തിയിൽ ഇളകി മാറി. മോൾക്ക് നാളെ എപ്പോഴാണ് പോവേണ്ടത്? ശ്രീനിലയോട് ചോദിച്ചു. വെളുപ്പിന് 5:00 ബസ്സുണ്ട്. അപ്പം രാവിലെ ഹോസ്റ്റലിൽ പോയി ഡ്രസ്സൊക്കെ എടുക്കണ്ടേ? അതോ ഇന്നിട്ടിരിക്കുന്ന ഡ്രസ്സ് മതിയോ? ആകെ നനഞ്ഞുകൊണ്ട് കഴുകിയിട്ടേക്കല്ലേ, രാവിലെ ആകുമ്പോൾ ഉണങ്ങി കിട്ടുമല്ലോ. ശ്രീ പറയുമ്പോൾ കിരൺ ഉറക്കെ ചിരിച്ചു. ഒപ്പം കാവ്യം അതുകൊണ്ട് നില ചുണ്ടുകൂർപ്പിച്ചുകൊണ്ട് രണ്ടുപേരെയും മാറി മാറി നോക്കി. ആ ഷർട്ടും പാൻറ് ഇട്ടുകൊണ്ട് നാട്ടിൽ പോയാലേ മുകുന്ദനെ ഇവളെ പച്ചക്ക് കത്തിക്കും. ഇവൾക്ക് വേറെ യൂണിഫോം ഉണ്ട്, പറുത പോലുള്ളൊരു ഡ്രസ്സ്, പഴയ കോസ്റ്റ്യൂമാണ്. കിരൺ വീണ്ടും ചിരിച്ചു. എനിക്കറിയാം, ആദ്യമായിട്ട് കണ്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടിയതാ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച്. ചിരിച്ചുകൊണ്ട് ശ്രീയും പറഞ്ഞു. എല്ലാവരുടെയും ചിരിയും കളിയാക്കലുമായപ്പോൾ നിലയുടെ മുഖം വീർത്തു. അവളുടെ കുറുമ്പ് നിറഞ്ഞ നോട്ടം ആസ്വദിക്കുന്ന തിരക്കിലാണ് ഞാൻ അപ്പോഴും. അതിലുപരി അവളുടെ ഫ്രീഡം അടിച്ചമർത്തുന്ന മുകുന്ദനെ പച്ചക്ക് കത്തിക്കാൻ അവന് തോന്നി. നിങ്ങൾ ഓരോന്ന് പറഞ്ഞതിന്റെ മൂഡ് മാറ്റി നോക്ക്. ആ കൊച്ചിന് എത്ര വിഷമായെന്ന്. നാക്കിനില്ലാന്ന് കരുതി ഒരുമാതിരി ശ്രീയുടെ അമ്മയുടെ സ്വഭാവം ഇവിടെ കാട്ടരുത് കേട്ടോ. ശിവനാഥ് മേനോന്റെ വർത്തമാനത്തിൽ അമ്മായിയമ്മ കനകത്തിന്റെ സ്മരണയുണ്ടായി. ഓ, അമ്മായിയമ്മയെ ശരിയാണ് സമാധാനം തോന്നല്ലേ ശിവേട്ടന്? മിസ് ചെയ്യുന്നുണ്ടോ ശിവേട്ട? ശ്രീ അയാളെ കളിയാക്കി. ആ ചെറുതായിട്ട്. അല്ല ഇപ്പൊ ഇവിടെ അതല്ലല്ലോ മാറ്റർ. നീലാംബരിക്ക് മൂഡ് ഓഫ് ആയതല്ലേ. അപ്പൊ നമുക്ക് ഇടന്നാലോ? നേരെ ഒരുപാടായി. നിനക്ക് വെളുപ്പിന് പോവേണ്ടല്ലേ? എല്ലാരും എന്ത് പറയുന്നു? ശിവനാഥ് മേനോൻ ചോദിക്കുമ്പോൾ എല്ലാവരും അതിന് ശരിവെച്ചു. അപ്പോ ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ കലാപരിപാടി അവസാനിപ്പിച്ചിരിക്കുന്നു. കിരൺ എഴുന്നേറ്റ് അനൗൺസ്മെന്റ് ചെയ്യും പോലെ പറഞ്ഞു. അതാരാ ഇപ്പൊ പാടുന്നേ? നീല കാവ്യയോട് ചോദിച്ചുകൊണ്ട് ചുറ്റും നോക്കി. ഉണ്ണിക്കുട്ട, എത്ര നാളായിട്ട് നിന്റെ പാട്ട് കേട്ടിട്ട്? കേട്ടോ പിള്ളേരെ, ഒരു സമയം എന്റെ പാട്ട് കേൾക്കാതെ ഞാൻ ഉറങ്ങില്ലായിരുന്നു. അമേരിക്കയിൽ പോയപ്പോഴും രാത്രി ഫോൺ ചെയ്ത് ഇവനെനിക്ക് പാടിത്തരും. ശ്രീ പറയുമ്പോൾ ഞാൻ അവരെ ചെറുചിരിയോടെ നോക്കി. മമ്മ. അവന് വേണ്ട എന്നർത്ഥത്തിലുള്ള ആ വിളി അവിടെ ചെവിപ്പോയില്ല. പക്ഷെ അപ്പോഴേക്കും കിരണും ശിവനാഥ് മേനോനും ശ്രീയും കൂടി നിലത്തിയിട്ട് ഞാൻ ഇക്കിളി കൂട്ടി പാടാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. ദൈവമേ, ഈ മനുഷ്യൻ പാടുവോ? നീല കാവ്യയോട് പതിയെ പറഞ്ഞു. ആ, ഇന്നലെ ഷൂട്ടിൻ്റെ ഇടയിൽ കിരണിനോട് പറഞ്ഞിരുന്നു നന്നായിട്ട് പാടുന്നു, കേരളത്തനിമുള്ള സാരി കൊടുത്ത പെൺകുട്ടികളെയാണ് ജാനിന് ഇഷ്ടം എന്നൊക്കെ. ടിടി, നീ ഇതെന്താ നോക്കുന്നേ? താൻ പറയുന്നത് ശ്രദ്ധിക്കാൻ നില നോക്കുന്നിടത്തേക്ക് കാവ്യ നോക്കി. അച്ഛനും അമ്മയും കൂടി അവിടെ 2 ആൺമക്കളെ കൊഞ്ചിക്കുന്നു, കുസൃതി കാണിക്കുന്നു. എത്ര പണമുണ്ടെങ്കിലും എത്ര വലിയ പദവിയിലിരുന്നാലും അച്ഛനും അമ്മയും മക്കളും ഒത്തുകൂടുമ്പോൾ അത് മറ്റൊരു ലോകം തന്നെയാണ്. പണത്തിനോ അധികാരത്തിനോ പ്രശസ്തിക്കോ നൽകാൻ കഴിയാത്തത്രയും സമാധാനം ആ നിമിഷം ഉണ്ടാവും. നിലയുടെ കണ്ണുകൾ നിറഞ്ഞു. ഫാമിലി, അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ഒന്നുമില്ലാത്ത താൻ. ഫാമിലിയുടെ സ്നേഹം രുചിച്ചു നോക്കാത്ത, അതെന്താന്ന് പോലും അറിയാത്ത നീലാംബരി ഒരു പാട്ട് പാടാൻ തയ്യാറെടുക്കുമ്പോൾ അവന്റെ കണ്ണുകൾ അവളിലുടക്കി. എന്തിനോ വേണ്ടി നിറയുന്ന തന്റെ പെണ്ണിന്റെ കണ്ണുകൾ. ശ്രീയുടെ മടിയിലേക്ക് തലയായിച്ച് അവൻ ആകാശത്തേക്ക് നോക്കി. അപ്പോഴും കുറെ നക്ഷത്രങ്ങൾ തങ്ങളെ നോക്കി കണ്ണ് ചിമ്മുന്നുണ്ട്. ഒപ്പം ചെറിയൊരു പ്രകാശം പരത്തി ഒരു ചെറിയ നിലാവും. കണ്ണിറുക്കിയ താരകൾ ചൊല്ലണ പൊന്നിനൊത്തൊരു പെണ്ണാണ്, കൊന്ന മലരാൽ കോടിയുടുത്തൊരു മേട നിലാവാണ്. ഞാൻ ആ പാട്ട് പാടിക്കഴിഞ്ഞതും ആവണിയും കാവ്യ ഒരുപോലെ അതിശയിച്ചു പോയി. ബാക്കിയുള്ളവരെല്ലാം സന്തോഷത്തോടെ കൈയടിക്കുന്നു. കാവ്യ നിലയെ നോക്കി സൂപ്പർ ലേഡി എന്ന അർത്ഥത്തിൽ ചിരിച്ചുകൊണ്ട് അവർക്കൊപ്പം കൈയടിച്ചു. പക്ഷെ ശ്വാസം പിടിച്ചു വെച്ച് നില അങ്ങനെ ഇരുന്നു പോയി. തൊട്ടുമുന്നിൽ കാതിൽ കേട്ട മനോഹരമായ അവന്റെ ശബ്ദം അവളെ വല്ലാതെ തളർത്തിയിരുന്നു. എല്ലാവരും തന്നെ പ്രശംസിക്കുമ്പോഴും അവന്റെ കണ്ണുകൾ തന്നെ നിലാവിൽ കുടുങ്ങിക്കിടന്നു. ഇരുവരുടെയും നോട്ടങ്ങൾ പോലും മുറുകെ പുണരുന്ന പോലെ തോന്നി അവൾക്ക്. കാവ്യയുടെ കയ്യിൽ പിടിച്ചു വലിക്കുന്നതും അകത്തേക്ക് പോവാമെന്ന് പറയുന്നൊന്നും അവൾക്ക് കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഓരോരുത്തരെ അകത്തേക്ക് പോകുമ്പോൾ അവൾ ജാനിന്റെ വശ്യമാർന്ന നോട്ടത്തിൽ അടിമപ്പെട്ടു പോയിരുന്നു. ജാനും കിരണും ശിവനാഥ് മേനോനും ജാന്റെ റൂമിലാണ് കിടന്നത്. ശ്രീയും നിലയും കാവ്യം കിരണിന്റെ റൂമിൽ കിടന്നു. ആവണി ചൈതന്യയോടൊപ്പമായിരുന്നു. എങ്കിലും അവളുടെ ഉറക്കം നഷ്ടപ്പെട്ടിരുന്നു. വെളുപ്പിന് തന്നെ നിലയും കാവ്യം ഹോസ്റ്റലിലേക്ക് പുറപ്പെട്ടു. ജാനും കിരണും ശ്രീ അവർക്കൊപ്പം കൂടെ ഉണ്ടായിരുന്നു. ജാനും ശ്രീയും വരുമെന്ന് നില ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഹോസ്റ്റലിൽ പോയി നില വേഗം ഡ്രസ്സ് മാറി കയ്യിൽ തന്റെ ബാഗും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. തിരികെ കാറിൽ കയറുമ്പോൾ ജാൻ ഒഴികെ എല്ലാവരോടും പർദ്ദമുള്ള ചുരിദാർ കണ്ടൊന്ന് ചിരിച്ചുപോയി. ജാൻ ഡ്രൈവിങ്ങിൽ തന്നെ ശ്രദ്ധിച്ചിരുന്നു. സാധാരണ കാർ കയ്യിൽ കിട്ടിയാൽ പറപ്പിക്കുന്നവൻ ഇന്ന് മെല്ലെയാണ് ഡ്രൈവ് ചെയ്തത്. ബസ് സ്റ്റാൻഡിൽ എല്ലാവരും ഇറങ്ങിയപ്പോൾ നിലയുടെ ഉള്ളൊന്നാളി. ട്രിവാൻഡ്രത്തേക്കുള്ള ബസ് വന്ന് കിടക്കുന്നുണ്ട്, 10 മിനിറ്റിനുള്ളിൽ എടുക്കും. അവളുടെ കയ്യിലെ ബാഗ് കിരൺ ഒരു സീറ്റിലായി കൊണ്ടുപോയി വെച്ചു. നില, മോളെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടാക്കട്ടെ? ശ്രീയാണ് ചോദിച്ച്.
അയ്യോ വേണ്ട വേണ്ട മേഡം, ഞാൻ പൊയ്ക്കോളാം, ഉച്ചക്ക് അങ്ങ് എത്തുമല്ലോ. നിർവികാരമായൊരു പുഞ്ചിരി അവളിൽ ഉണ്ടായി. അവൾ ഓരോരുത്തരെയുമായി നോക്കി. തമാശ പറഞ്ഞ് കളിയാക്കുമെങ്കിലും കിരണിന്റെ ഉള്ളിൽ വല്ലാത്ത വിഷമമായിരുന്നു. ഇത്രയും കാലം വളർന്ന വീട്ടിലേക്കാണ് അവൾ പോകുന്നതെന്നോർത്ത് അവൻ സമാധാനിച്ചു. കയ്യിൽ പിടിച്ചു വലിച്ച് അവൻ അവളെ നെഞ്ചിലേക്ക് ഇട്ടു. ഒരേട്ടനായി താൻ അവൾക്കൊപ്പം എന്നും കൂടെയുണ്ട്. അവന് നെഞ്ചിൽ ചേർന്നപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. നിലമെല്ലെ കാവ്യയുടെ അടുത്തേക്ക് നടന്നിരുന്നു. കാവ്യയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. എങ്കിലും കാവ്യ ചിരിക്കാൻ ശ്രമിച്ചു. ഇരുവരും കെട്ടിപ്പുണർന്നു. ശ്രീ അവർക്കരികിലേക്ക് ചെന്നു. അവൾ ശ്രീയെ നോക്കി. അവരവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു. പോയി വാ മോളെ. നില ജാനെ നോക്കി. കാറിൽ ചാരി നിൽക്കുകയാണ്. അവൾ മെല്ലെ അവന്റെ അടുത്തേക്ക് പോയി. ജാൻ കണ്ണുകൾ മുറുക്കി അടച്ചു തുറന്നുകൊണ്ട് അവളെ ഒന്ന് നോക്കി. ആ കണ്ണുകൾ കലങ്ങിയിരിക്കുന്ന പോലെ. പോവരുതെന്ന് അവൻ പറയാതെ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി. അവന്റെ കൈകൾ എന്തിനോ വേണ്ടി ചുരുണ്ട് നിവരെന്ന് നോക്കി അവൾ നിന്നു. പക്ഷെ ആ നിമിഷം അത്രയും അവളെ വലിച്ച് നെഞ്ചിലേക്കിട്ട് കെട്ടിപ്പുണരാൻ അവന്റെ മനസ്സ് വെമ്പൽ കൊണ്ടു. വിഷമിക്കരുതെന്ന് പറയാൻ തോന്നി. നീലാംബരി കിരണിനോടും പറഞ്ഞത് അവന്റെ മനസ്സിലേക്ക് ഓടിയെത്തി. 23 വയസ്സ് തികയും വരെ ആരും അവളെ വിവാഹം കഴിക്കാൻ പാടില്ലെന്നുള്ള അവളുടെ ജാതകദോഷം. അവന്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി മിന്നി പറഞ്ഞു. പക്ഷേ നിലക്ക് അവന്റെ കൈകളിലെങ്കിലും ഒന്ന് കൈ ചേർക്കണമെന്നുണ്ടായിരുന്നു. ഇനി ഒരിക്കൽ കൂടി കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ, ഒന്ന് തൊടാൻ കഴിഞ്ഞില്ലെങ്കിലോ. രണ്ടും കൽപ്പിച്ച് അവന്റെ കൈകളിലേക്ക് കൈ ചേർക്കാൻ തുടങ്ങിയതും ബസ്സിലെ കണ്ടക്ടർ ഉച്ചത്തിൽ കൈകൂട്ടി അവൾ വിളിച്ചു. എല്ലാവരും അങ്ങോട്ട് നോക്കി. വരുന്നുണ്ടോ, ബസ്സിൽ പെടുക്കും. ഒരു പിടപ്പോടെ അവൾ ജാനെ നോക്കി. അപ്പോഴേക്ക് ഇരുപോക്കിലും കൈയിട്ട് അവൻ തിരിഞ്ഞു നിന്നിരുന്നു. സങ്കടം കടിച്ചമർത്തി. അവളെല്ലാവരും ഒരിക്കൽ കൂടി നോക്കി. മനസ്സുകൊണ്ട് അവൾ അവരുടെ പേര് വിളിച്ചു. കിരണേട്ട, കാവ്യ, ജാൻ സർ, ശ്രീ മേഡം. ഇനി നീലാംബരി തിരികെ വരുമെന്നറിയില്ല. നിങ്ങളെ ഞാനിനി കാണുമെന്നറിയില്ല. നിങ്ങളുടെയൊക്കെ കൂടെ സന്തോഷത്തോടെ കഴിഞ്ഞ നിമിഷങ്ങളായിരിക്കും ഈ നീലാംബരിയുടെ കഥയിലെ വസന്തകാലം. അവൾ ഒരിക്കൽ കൂടി എല്ലാവരെയും നോക്കി ചിരിച്ചു. വേഗത്തിൽ നടന്നുപോയി ബസ്സിലേക്ക് കയറി. ബാഗ് എടുത്ത് മടിയിൽ വെച്ച് അവൾ സീറ്റിലിരിക്കുമ്പോഴും അല്പാകലെയായി തന്നെ നോക്കി നിൽക്കുന്നവനെ നോക്കി അവൾ കൈ ഉയർത്തി. ഒരുവൻ മാത്രം തിരിഞ്ഞു നിൽക്കുന്നു. ഒരിക്കൽ കൂടി ആ വെള്ളാരം കണ്ണുകൾ കാണാൻ കൊതിച്ചു പോയി അവൾ. പക്ഷെ അവൻ നോക്കിയില്ല. ഒരു പരിഭവം അവളിൽ ഉണ്ടായി. എവിടെയോ ഒരു നീറ്റൽ. കൺമുന്നിൽ ബസ് മറയും വരെ എല്ലാവരും അവിടേക്ക് നോക്കി നിന്നു. ബസ് പോയി കഴിഞ്ഞതും ഇരു കൈകളും മുഖത്ത് പൊത്തിപ്പിടിച്ച് കാവ്യ പൊട്ടിക്കരഞ്ഞു. ഇത്രയും നേരം നീലാംബരി കരയാതിരിക്കാൻ അവൾ സ്വയം തന്റെ കണ്ണുനീർ അമർത്തി വെച്ചിരുന്നു. അവൾ പോയതും ഒരിക്കൽ കൂടി അങ്ങനെ നിൽക്കാൻ കാവ്യക്ക് കഴിഞ്ഞില്ല. ജാനു കിരൺ അവളെ വല്ലാതെ നോക്കി. പക്ഷേ ശ്രീക്ക് മാത്രമെല്ലാം മനസ്സിലായിരുന്നു. അവളുടെ തോളിലൂടെ കൈ ചേർത്ത് ശ്രീ അവളെയും കൊണ്ട് അല്പം മുന്നിലേക്ക് നടന്നു. എന്താ കാവ്യ ഇത്? അവളിങ്ങ് വരില്ലേ? വിഷമിക്കണ്ട. ഒരു എൻഗേജ്മെന്റിൽ എന്തിരിക്കുന്നു? അതല്ല മേം, കഴിഞ്ഞ തവണ നാട്ടിൽ പോയപ്പോൾ കൂടി തിരികെ വരാൻ അവരെ അനുവദിച്ചിരുന്നില്ല. അവിടെ അമ്മ കരഞ്ഞു പറഞ്ഞിട്ടാ അവിടെ അമ്മാവിനും അമ്മായും സമ്മതിച്ച്. ഇനിയിപ്പോൾ എൻഗേജ്മെന്റ് കൂടി നടന്നാൽ എനിക്ക് അവളെ കാണാൻ കഴിയാൻ തോന്നുന്നില്ല. കാവ്യ നിറഞ്ഞുകൊള്ളുമെന്ന കണ്ണുകൾ അമർത്തി തുടച്ച് പറഞ്ഞു. കാവ്യ, അവളുടെ കയ്യിൽ ഫോണുണ്ടല്ലോ. അവൾ പഠിപ്പും വരെയുള്ള വലിയ കുട്ടിയല്ലേ. എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് നമുക്ക് കിട്ടാതിരിക്കില്ല. ഡോണ്ട് വറി കാവ്യ. നോക്ക്, ജാനു കിരണൊക്കെ ശ്രദ്ധിക്കുന്നു. കാര്യങ്ങൾ അവരറിഞ്ഞാൽ പിന്നെ ശരിയാവില്ല. ആ ഫോൺ കോളിന്റെ കേസിന് അറിയാനും ജാൻ കാരണം ഇനി ആ കുട്ടിക്ക് ഒരു പ്രോബ്ലം വരരുത്. കഴിഞ്ഞോ ഇവളുടെ കരച്ചില്? അപ്പോഴേക്കും കിരൺ അവരുടെ അടുത്തേക്ക് വന്നിരുന്നു. നിനക്ക് എന്താടി, അവളൊരാഴ്ച കഴിഞ്ഞ് വരില്ലേ? കല്യാണം ഒന്നുമല്ലല്ലോ, ഒരു എൻഗേജ്മെന്റ് അല്ലേ. എല്ലാം കഴിഞ്ഞ് അവൾക്ക് വരട്ടെ, ബാക്കി കാര്യം അപ്പം നോക്കാം. പെട്ടെന്നാണ് ശ്രീയുടെ ഫോൺ റിങ് ചെയ്ത്. എന്റെ ശ്രീ, നിങ്ങളിത് എവിടെയാ? നോക്ക്, ആ സിനിമ നടി ഈ ഫ്ലാറ്റ് ഇപ്പൊ പൊളിച്ചു വെക്കും. ഈ രണ്ട് ഭൂതങ്ങളുടെ അടുത്ത് എന്നെ ഉപേക്ഷിച്ച് പോകാൻ മാത്രം നിങ്ങളോടൊക്കെ ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? ഫോണിലൂടെ കേൾക്കുന്ന ശിവനാഥ് മേനോന്റെ രോദനം. കാവ്യയെ ഹോസ്റ്റലിലാക്കി അവർ ഫ്ലാറ്റിലേക്ക് യാത്രയായി. ഹോട്ടൽ റൂമിലെ കണ്ണാടിയിൽ തന്റെ മുഖം കാണെ ചൈതന്യക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല. ചതഞ്ഞു നീലിച്ച തന്റെ മുഖം ഒരിക്കൽ കൂടി കാണാൻ കഴിയാതെ അവൾ മറച്ചു പിടിച്ചു. നീലാംബരിയെ കൊണ്ടാക്കാൻ പോയവർ തിരികെ എത്തുന്നതിന് മുമ്പ് തന്നെ ആവണി ചൈതന്യയിൽ വിഷം നിറച്ചിരുന്നു. ആവണിയുടെ പ്ലാൻ അനുസരിച്ച് ആ സ്ക്രിപ്റ്റ് പുതിയതാണ്. നിലയെ കൊടുക്കാനുള്ള തന്ത്രം. നീലാംബരിയാണ് ജ്യൂസിൽ ആൽക്കഹോൾ മിക്സ് ചെയ്തെന്ന് ആവണി ചൈതന്യയെ തെറ്റിദ്ധരിപ്പിച്ചു. അവളാണ് ചൈതന്യം എല്ലാം ചെയ്ത്. നിന്നെ പോലെ ഞാനും കുടിച്ച ആ ജ്യൂസ്. പക്ഷെ കൂടുതൽ കുടിച്ച നീയാ. അതുകൊണ്ടല്ലേ നീ മുഖമടിച്ച് തെന്നി വീണ്. അവൾക്ക് ആ നീലാംബരിക്ക് എന്റെ ജാന്റെ മേലൊരു കണ്ണുണ്ട്. ഫോട്ടോ എടുക്കുന്ന സമയത്ത് ജാൻ നിന്റെ കയ്യിൽ പിടിച്ചതിന്റെ പ്രതികാര ആ നീലാംബരി നിന്നോട് കാട്ടിയത്. ഇനി ജാൻ എന്നെ മാരേജ് ചെയ്യാൻ പോകുന്ന കാര്യം ഞാൻ അറിഞ്ഞാൽ പിന്നെ എന്നെ അവൾ കൊല്ലാനും മടിക്കില്ല. ഞാൻ കണ്ടതാ ആ പട്ടിക്കാട്ടുകാർ രാത്രി മുഴുവൻ ജാനെ നോക്കി വെള്ളമിറക്കുന്നത്. ആവണിയുടെ വാക്കുകൾ ചൈതന്യയുടെ കാതുകളിൽ വീണ്ടും വീണ്ടും മുഴങ്ങി കേട്ടു. ആരുടെയും മുന്നിൽ ഇങ്ങനെ ഒരു മുഖമായി നിൽക്കാൻ തനിക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും വരുന്നതിന് മുമ്പ് തന്നെ തന്റെ മാനേജറെ വിളിച്ചു വരുത്തി രാവിലെ തന്നെ സ്ഥലം വിട്ടത്. തന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം. താൻ പലർക്കും ഇതുപോലുള്ള പണി കൊടുത്തിട്ടുണ്ട്. പക്ഷേ തിരികെ കിട്ടുന്ന ഇത് ആദ്യമായിട്ടാണ്. അത് എവിടെ കിടന്ന ഒരു നരുന്ത് പെണ്ണ്. വിടില്ല ഞാൻ അവളെ ചാകണം. വികൃതമായ സ്വന്തം ശരീരം നോക്കി അവള് സ്വയം ചത്തു മലക്കണം. ചൈതന്യ അലറി. ഉറക്കെ അലമുറിയിട്ട് കരഞ്ഞുകൊണ്ട് അലറി. കിരൺ താടി കൈ കൊടുത്തിരുന്നു. അങ്ങനെ ചൈതന്യ കുതാക്കവ അവൻ സ്വയം പറഞ്ഞു.
ജാൻ അതൊട്ടും തന്നെ ബാധിച്ചില്ല. ചൈതന്യ ട്രീറ്റ്മെന്റ് ചെലവ് അത് എത്രയായാലും കമ്പനി നോക്കുമെന്ന് അവൻ ആദ്യമേ തന്നെ പറഞ്ഞു. ആവണിയും ചൈതന്യം ഒരുമിച്ചിരുന്ന് മദ്യപിച്ചതാണെന്നാണ് മേനൻ ഫാമിലി അപ്പോഴും കരുതിയത്. എന്തായാലും ഷൂട്ട് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവില്ലെന്ന് ടീമിലുള്ളവർ അറിയിച്ചു. ആ സമയം കൊണ്ട് അടുത്ത ലൊക്കേഷൻ കണ്ടുപിടിക്കാനുള്ള തിരക്കിലായിരുന്നു കിരൺ. ശിവനാഥ് മേനോന്റെ പഴയ സുഹൃത്ത് മാത്യു ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ്. അയാളുടെ തന്നെ ഒരു ഓഫീസ് എറണാകുളത്തുണ്ട്. യാദൃശ്ചികമായ ഒരു ദിവസം മാത്യുവിനെ കാണാൻ ഇടയായപ്പോൾ ശിവനാഥ് മേനോൻ കിരൺ പറഞ്ഞ ആവശ്യമോർത്തു. അടുത്ത ഷൂട്ട് കേരള ട്രഡീഷണൽ കോസ്റ്റ്യൂംസ് ആണെന്നും ആ ഷൂട്ടിന് വേണ്ടി ഒരു പഴയ തറവാട് പോലെ വീട് വേണമെന്നായിരുന്നു കിരൺ പറഞ്ഞത്. സ്ഥിരം സിനിമകളിൽ കാണുന്ന പോലെ പ്രസക്തമായ ഇല്ലങ്ങളോ കൊട്ടാരങ്ങളോ അല്ലാതെ ആൾ താമസമുള്ളതും ഇപ്പോഴും ഉപയോഗിക്കുന്നതുമായ പഴയ വീട് വേണം. അതാണ് ജാൻ കിരണിനോട് പറഞ്ഞ ഒരേ ഒരു ഡിമാൻഡ്. അതും ശിവനാഥ് മേനോൻ ഓർത്തു. മാത്യുവിനോട് തങ്ങളുടെ ആവശ്യം അറിയിച്ചപ്പോൾ ഉടനെ കണ്ടുപിടിക്കാമെന്നും അയാളെന്ന് അദ്ദേഹത്തിന് വാക്കുകൊടുത്തിരുന്നു. മക്കളെ, ഞാനെന്ന് പറഞ്ഞില്ല ഒരു മാത്യുവിനെ കുറിച്ച്. മാൻഷനിലെ ഡൈനിങ് ടേബിൾ ഡിന്നർ കഴിക്കുന്നതിനിടയിൽ ശിവനാഥ് മേനോൻ കിരണിനോടും ജാനോടുമായി പറഞ്ഞു. ഓർക്കുന്നുണ്ട്, ആ റിയൽ എസ്റ്റേറ്റ് പരിപാടിക്കുള്ള ആളല്ലേ? കിരണാണത് ചോദിച്ചത്. അവൻ തന്നെ. നീ അന്ന് പറഞ്ഞ ഒരു ലൊക്കേഷൻ ട്രിവാൻഡ്രത്തൊരിടത്തുണ്ടെന്ന് പറഞ്ഞ് അയാൾ എന്നെ വിളിച്ചിരുന്നു. ലൊക്കേഷനൊക്കെ ഇപ്പൊ വസ്തു കച്ചവടക്കാരാണല്ലോ കണ്ടുപിടിക്കുന്നത്. കൊള്ളാനോ, ബ്രോക്കർമാരുടെയൊക്കെ ഒരു പവറേ. ചുമ്മാ ഇരുന്നപ്പോൾ കഴിച്ച ചപ്പാത്തി എല്ലിണിൽ കയറിയിട്ടാവും. കനകൻ ശിവനാഥ് മേനോൻ താങ്ങി. അയാൾ അവരിന്ന് കൂർപ്പിച്ച് നോക്കി. ഇന്നലെ രാത്രി എന്ത് സമാധാനായിരുന്നു യുവമാരുടെ ഫ്ലാറ്റിൽ. പക്ഷെ ഇന്ന് മൂദേവി. ശിവേട്ടായി, ശിവനാഥ് മേനോനെ പറഞ്ഞ് പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ ശ്രീ നീട്ടി വിളിച്ചു. അല്ല, ചിലപ്പോ നമ്മുടെ ചില ദിവസങ്ങൾ മൂദേവി കൂടിയ പോലെയാണെന്നാ ഞാൻ പറഞ്ഞു വന്നത്. അല്ലാതെ ഞാൻ മൂദേവി എന്ന് വിളിച്ചൊന്നല്ല കേട്ടോ. ശിവനാഥ് ഒരു കള്ളച്ചിരിയോടെ കനകത്ത് നോക്കി. മുഖവും വീർപ്പിച്ചിരിക്കുകയാണ് കക്ഷി. ജയേന്ദ്രൻ ചുമ്മായിരുന്നു ചിരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന്, ബ്രോക്കർമാർക്ക് പല സ്ഥലങ്ങളും അറിയാം. അവർ ഈ വസ്തു കച്ചവടമായിട്ടൊക്കെ പലയിടങ്ങളിൽ സഞ്ചരിക്കുന്നവരല്ലേ. ഒരു ഫംഗ്ഷനിടയിൽ വെച്ച് അവനെ കണ്ടപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് ചോദിച്ചതാ. അവൻ ഇത്ര പെട്ടെന്ന് സ്ഥലം കണ്ടുപിടിക്കുന്ന ഞാൻ കരുതിയില്ല. എന്നത്തെയും പോലെ മനസ്സിന് പിടിക്കാത്ത ഓട്സ് കഞ്ഞി സ്പൂണിൽ കോരി കുടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. ഡയബറ്റിക് പ്ലസ് ഡോക്ടർ വൈഫ് ഈക്വൽ ടു ശിവനാഥ് മേനോൻ. കഷ്ടം. ഇത് വളരെ ക്വിക്കായിട്ട് ചെയ്യേണ്ട പ്രൊജക്റ്റാണ്. ആൻഡ് ഹൈലി കോൺഫിഡൻഷ്യൽ ടു. That ad will be a stepping stone for our company. അറിയാലോ, വേൾഡ് മാഗസിനിൽ ഒരു പേജ് അത് നമുക്കുള്ളതാണ്. ആ ചൈതന്യം നോക്കിയ ഉടനെ ഷൂട്ട് റീസ്റ്റാർട്ട് ചെയ്യണം. സോ ഇത് വെറൊരു ടൈം വേസ്റ്റ് ആവരുത്. ഉണ്ണിക്കുട്ട, വേറെ 1-2 സ്ഥലങ്ങൾ അവൻ പറഞ്ഞു തന്നു. എനിക്ക് ഫോട്ടോ അയച്ചു തരാമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയോ ലോക്കൽ ബ്രോക്കർമാരെ അവൻ വിളിച്ചു പറഞ്ഞിട്ടാ ഇപ്പൊ ഫോട്ടോസൊക്കെ അവന് തന്നെ കിട്ടുന്നെന്നാ പറഞ്ഞു. പിന്നെ എല്ലാ ആൾതാമസമുള്ള സ്ഥലങ്ങൾ തന്നെയാ. നമുക്ക് നോക്കാം, ഇഷ്ടപ്പെടുന്നത് സെലക്ട് ചെയ്യാം. ആ ചൈതന്യം നോക്കാന്ന് വല്ല സമയമുണ്ടല്ലോ നമുക്ക് മുമ്പില്. ശിവനാഥ് പറയുമ്പോൾ പിന്നെ ജാനൊന്നും പറയാൻ പോയില്ല. കിരൺ മോനു, നീല വിളിച്ചായിരുന്നു നിന്നെ? ശ്രീ കിരണിനോട് ചോദിച്ചു. ശ്രീയമ്മ, അവൾ ട്രിവാൻഡ്രത്തിയപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചിരുന്നു. പിന്നെ അവൾ വീട്ടിലേക്ക് പോയി ഓട്ടോയിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു. വീട്ടിലെത്തിയപ്പോൾ പിന്നെ വിളിക്കാൻ പറ്റിയില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ആക്കാൻ പറഞ്ഞു. പാവം കുട്ടി, ഒരു കണക്കിന് ഈ ഫോണൊന്നും ഉപയോഗിക്കാത്തതാണ് നല്ലത്. വീട്ടുകാർ സ്ട്രിക്റ്റ് ആയി നോക്കിയതിന്റെ അടക്കം ഒതുക്കൊക്കെ ആ കൊച്ചിനുണ്ട്. സുന്ദരി കുട്ടി. കനകം അത് പറഞ്ഞപ്പോൾ കിരൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് ഗ്രാൻമയ്ക്ക് തോന്നിയതാ. ആള് മഹാവികൃതിയാ. ചിലപ്പോൾ ഒരു ബെല്ലും ബ്രേക്കിലാവരെന്ന് പറയുന്നിട ചിരി വരും. ഉദാഹരണം പറഞ്ഞ ഗ്രാൻമ, നിങ്ങളുടെ സ്വഭാവം തന്നെ അവൾക്കും. ചില നേരത്തെ അവളുടെ ചില മണ്ടത്തരങ്ങൾ കേട്ടാറുണ്ടല്ലോ. നമ്മുടെ ജാനത്തന്നെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അറിയില്ലേ? കിരൺ പറയുമ്പോൾ അന്നേരം എല്ലാവരും ജാനയാണ് നോക്കിയത്. മുമ്പൊക്കെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒന്ന് കേട്ടാൽ മതി, ഒരു സ്റ്റോപ്പിറ്റ് പതിവാണ്. പക്ഷേ ഇപ്പോൾ നിറഞ്ഞ പുൻചിരിയാണ് മുഖത്ത്. ഏതോ ഓർമ്മയിലെന്ന പോലെ അവൻ എഴുന്നേറ്റ് മുകളിലേക്ക് പോകുന്നത് നോക്കി വായും തുറന്നിരുന്ന എല്ലാവരും. എന്റെ സ്വഭാവത്തിന് എന്താടാ കുഴപ്പം? അതുപോട്ടെ, ആ കൊച്ചിനെ പോലെ ഞാൻ എന്ത് മണ്ടത്തരാ ഇവിടെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ജാൻ പോകുന്നത് നോക്കിയ ശേഷം കനകൻ കിരണിനെ നോക്കി കണ്ണു തുറപ്പിച്ചുകൊണ്ട് ചോദിച്ചു. കിരൺ വെറുതെ ചിരിച്ചതേ ഉള്ളൂ. പക്ഷേ ശിവനാഥ് മേനോൻ അതങ്ങ് പൊലിപ്പിച്ചു. എന്റെ മോനെ, നീ എന്തൊക്കെയായി പറയുന്നത്? നീലാംബരി മണ്ടത്തരം പറയുന്ന ഒരു തമാശയായിട്ടാ. കാരണം അവൾക്ക് തന്നെ അറിയാം അവള് പറയുന്ന മണ്ടത്തരങ്ങളാണെന്ന്. പക്ഷെ ശ്രീയുടെ അമ്മ അങ്ങനെയാണോ? അവര് കാര്യം പറയുന്നല്ലേ, അത് മണ്ടത്തരായിട്ട് നമുക്കൊക്കെ തോന്നുപോലെ ഇവർക്ക് അറിയില്ല. ശിവനാഥ് മേനോൻ സ്വയം പറഞ്ഞ് ഒറ്റയ്ക്ക് ചിരിച്ചു. എന്നിട്ട് എല്ലാവരെയും നോക്കി. താൻ പറഞ്ഞ അത്രയും വലിയ കോമഡിയോട് ആർക്കും മനസ്സിലായിട്ടൊന്നുമില്ല. തന്നെ ചതിച്ചതാ. അയാൾ കനകത്തിനെ നോക്കി. ആ നോട്ടമേറ്റ് കുറച്ചും കൂടിച്ച് ഓടിച്ച് കഴിഞ്ഞവരെ ദേഷ്യപോയി. വേണ്ടായിരുന്നു. ശക്തികൾ തള്ളി തുറന്ന ജനാലയുടെ വലിയ അഴികളിലൂടെ കട്ടിലേക്ക് വീണ് ഒരു പിടി കുടമുല്ലപ്പൂവും നീലാംബരി പൂവും. പൂക്കളിൽ തങ്ങി നിന്ന വെള്ളത്തുള്ളികൾ വീണ് അവളുടെ ബെഡ്ഷീറ്റ് നനഞ്ഞു. ആ നനവിലേക്ക് മുഖമടുപ്പിച്ചൊന്ന് ആഞ്ഞു ശ്വസിച്ചു നീലാംബരി. മഴയുടെ കുളിരിൽ ലയിച്ചു ചേർന്ന മുല്ലപ്പൂ വാസന. ആ നനവിലേക്ക് അവന്റെ ആ മാല നിവർത്തി വെച്ചു അവൾ. ഒരിക്കൽ കൂടി അവൾ ശ്വസിച്ചു. ഇത്തവണ കുളിർന്ന നീലാംബരിക്കാണ് ജാന്റെ മണം. ആരാണ് തനിക്ക് ജാൻ? അറിയില്ല. പക്ഷെ ഒന്നറിയാം, ജാൻ തന്റെ നെഞ്ചിടിപ്പാണ്. കണ്ട അന്ന് മുതൽ ഇന്ന് വരെ ആ പേരിനോട് പോലും തന്റെ ഹൃദയം പെരുമ്പറ മുഴക്കാറുണ്ട്. ഇതാണോ എല്ലാവരും പറയുന്നത്? പ്രണയം ഹൃദയത്തിലാണെന്നും എൻ്റെ പ്രിയനെ നീ എൻ്റെ ഹൃദയമാണെന്നുമൊക്കെ. ആയിരിക്കാം, നീലാംബരിക്കാതൊന്നും അറിയില്ലല്ലോ.
ആ കഴുത്തിൽ വേണമെന്ന് കരുതി ഒന്നും ചെയ്തതല്ല, അറിയാതെ പറ്റിപ്പോയതാ. എങ്ങനെയെങ്കിലും ഈ മാല കൈക്കലാക്കണമെന്ന് മാത്രമേ അന്നേരം ഓർത്തുള്ളൂ. പക്ഷെ ആ വെപ്രാളത്തിൽ താൻ എന്താണ് ചെയ്തത്? നാവിനാൽ മാല കോർത്തെടുക്കാൻ നോക്കി. കഴിയാതെ വന്നപ്പോൾ ചെറുതായി ഒന്ന് കടിച്ചെടുത്തു. അപ്പോൾ തന്റെ കയ്യിൽ മുറുകുന്ന ആ കൈകൾ താൻ അറിഞ്ഞതാണ്. ആ ശ്വാസത്തിന്റെ വേഗതയും നേർത്തൊരു സ്വരവും തന്റെ കാതുകളിൽ കേട്ടതാണ്. ആ സ്വരം കാതുകളിൽ ഒരിക്കൽ കൂടി അലയടിക്കുന്ന പോലെ അവൾക്ക് തോന്നി. കണ്ണുകൾ മുറുക്കി അടച്ച് അവളൊന്ന് പൊളഞ്ഞുപോയി. ഈ നേർത്ത മാല തന്റെ പല്ലുകളുടെ ചുംബനത്തിൽ അത്ര വേഗം പൊട്ടിപ്പോയോ? പൊട്ടിയ മാലയിൽ അവളൊന്ന് തഴുകി. എങ്ങനെയാ ഇതിനെയൊന്ന് ഒട്ടിക്കുക? ആരോടും പറയാൻ കഴിയില്ലല്ലോ ഇങ്ങനെ ഒരു നിധി തന്റെ കയ്യിലുണ്ടെന്ന്. ഈ മാല കാണാനൊന്നും മണത്തു നോക്കാനും വേണ്ടി മാത്രമാണ് ഇന്ന് സ്വന്തം മുറിയിൽ ഉറങ്ങാൻ താൻ തീരുമാനിച്ച പോലും. അമ്മക്ക് സങ്കടമാവൂന്ന് കൂടി ഓർത്തില്ല താൻ. അവൾ ആ മനമയക്കും സുഗന്ധത്തിൽ അലിഞ്ഞു ചേർന്നു. ഇത്ര ദിവസം ഫ്ലാറ്റിൽ സൂക്ഷിച്ച നിധി അവൻ ഇന്ന് കൂടെ കൂട്ടി. ഇന്നത്തെ രാത്രി ആ മണമില്ലാത്ത എനിക്ക് ഉറങ്ങാൻ കഴിയില്ല. അവളുടെ മണം, നീലാംബരിയുടെ മണം. AC-യുടെ കൂളിംഗ് കൂട്ടിയിട്ട് കംഫേർട്ടിനുള്ളിൽ കമിഴ്ന്ന് കിടന്നു വെച്ചാൽ ഇത്തവണ ഏലസും ചരടും മാത്രമല്ല അവന്റെ കയ്യിൽ. ഇന്നലെ അവൾ ധരിച്ചിരുന്ന റെഡ് കളർ ഷർട്ടുമുണ്ട്. രാവിലെ പോകുന്നതിന്റെ തിടുക്കത്തിൽ ഗസ്റ്റ് റൂമിൽ ഉണങ്ങാനിട്ടിരുന്ന ഷർട്ടും പാൻറ്റും എടുക്കാൻ മറന്നു പെണ്ണ്. പാൻറ് ഭദ്രമായി തന്റെ വാർഡ്രോബിനുള്ളിലുണ്ട്. പക്ഷേ ഈ ഷർട്ട് അതിനിയുള്ള എല്ലാ രാത്രിയിലും തനിക്ക് വേണം. ഏലസിലുള്ളതിനേക്കാൾ ഒരു പിടിമണ ഇതിൽ കൂടുതലാണ്. ആ ഷർട്ട് കട്ടിൽ നിവർത്തിയിട്ട് അതിന്റെ കഴുത്തിലേക്ക് അവൻ മുഖം പൂഴ്ത്തി. പെണ്ണിന്റെ മണം അവന് ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി. എനിക്ക് നിന്നോട് ഭ്രാന്താണ് പെണ്ണേ എന്ന് തന്റെ ഓരോ നോട്ടം കൊണ്ട് അവളോട് ഉറക്കെ വിളിച്ചു പറഞ്ഞതാ. പരസ്പരം തുറന്നു പറയാതെയുള്ള പ്രണയത്തിന്റെ ദൂതൻ കണ്ണുകളാണല്ലോ തന്റെ പ്രണയം. അത് ഞാൻ പറയില്ല. പകരം ആ സാഗരത്തിൽ അവിടെ ശ്വാസം കിട്ടാതെ വീർപ്പ് മുട്ടിക്കണം, കൊല്ലാതെ കൊല്ലണം. എന്റെ കണ്ണുകളിൽ കുടുങ്ങിക്കിടന്ന് അവൾ പൊളിയണം. ഏതോ ഓർമ്മകളെ കൂട്ടിപ്പിടിച്ച് അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.